ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങി തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പോകുന്ന ഒരു രംഗമാണ്. ഇത് ഞാൻ വാങ്ങിയതല്ല, എൻ്റെ ഏട്ടത്തി വാങ്ങിയതാണ്. ഓക്കൊരു സ്വഭാവമുണ്ട്, ഇടക്കിടക്ക് സാധനം വാങ്ങാൻ തിരിച്ചുകൊണ്ട് കൊടുക്കുക. ഏത് സാധനം വാങ്ങിയാലും തിരിച്ചുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ തീരെ സമാധാനം ഉണ്ടാവും. ഞങ്ങൾ നാലാളും കൂടിയാണ് സാധനം തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പോണത്. പോണവയ്ക്ക് കുറേ കോപ്രായൊക്കെ കാട്ടിട്ടാണ് പോണത്. നിച്ചുനാണെങ്കിൽ നടക്കാത്ത കാരണം തലയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവന്മാർ രണ്ടാളുള്ള കാരണം എനിക്കോ നടക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. രണ്ടാളും കൂടി എങ്ങനെയൊക്കെ അവിടെ എത്തിച്ചു. ചില കുട്ടികളുണ്ടല്ലോ പുളിമ കയറ്റിയില്ലെങ്കിൽ നടക്കുന്നത്. നിച്ചുന അതിനും കൂടിയും കിട്ടൂല. തോളത്ത് നിന്ന് ഇറങ്ങി മണ്ടലുണ്ടപ്പോൾ ഞാൻ കരുതി കുറച്ചധികം നേരം മണ്ടുന്നത്. ഇവിടെ ആ രണ്ട് ചാട്ടം ചാടിയുണ്ട്. അതേപോലെ തന്നെ എൻ്റെ തോളത്ത് കയറാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചാടലിനും മണ്ടലിനും മടവിൽ ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. താത്താൻ്റെ സാധനം തിരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ സീൻ്റെ ഷൂ കൂടി തിരിച്ചെടുക്കാണ്ടായിരുന്നു കേട്ടോ. ഓനെ ഫാഷൻ സെൻസിൽ ആൾക്കാരന്മാർക്ക് പച്ച ഷൂ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓനരൊക്കെ കളിയാക്കി കണ്ടിട്ട് ഓനക്ക് ആ ഷൂ വേണ്ട, എനിക്ക് വേറെ ഷൂ മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് പിന്നെ അത് മാറ്റാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓനക്ക് ഇഷ്ടപ്പെട്ട ഒരു ബൂട്ടിൻ്റെ ഷൂ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റവനാണെങ്കിലോ ഓനക്കും അങ്ങനത്തെ ഒന്നും വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ വേറൊരു ഷൂ എടുത്തിക്കണം. എന്നാലും ഇത് കണ്ടപ്പോൾ വേറെ ഒരാൾ ഇത് എടുത്തിക്കണം കണ്ടാൽ ആളൊരു ഈ ഒരു ഷൂ തന്നെ കേട്ടോ. വേറെ ഏത് കണ്ടാലും അവർക്ക് ആർക്കും വാങ്ങിക്കണേ. നല്ല ബൂട്ടിൻ്റെ ഷൂ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര റങ്കായിക്കണം കേട്ടോ. ഇനി വീട്ടിൽ തെളിയേക്കാരും വേറെ ഒരുത്തനുണ്ട് അവിടെ. ഓൻ്റെ പായരം പറച്ചിൽ വേറെ കേൾക്കേണ്ടി വരും. നിങ്ങൾ ഓൾക്ക് മാത്രം എടുത്തിരിക്കുള്ളൂ, വെച്ചെടുത്തരില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എനിക്ക് വല്ല ചെരുപ്പുണ്ടോ എന്ന് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറ്റൊന്നും കിട്ടിയിട്ടില്ല. ഇനിയും ഇവിടുത്തെ തണുപ്പായത് കാരണം ഇപ്പോൾ ഇങ്ങനത്തെ കുപ്പയങ്ങളൊക്കെ ഇറങ്ങണ്ടായിരുന്നു. ചെരുപ്പിട്ടാതെ കാരണം വല്ല തലക്കണേ പുതപ്പുണ്ടോ നോക്കാൻ പോയപ്പോൾ നല്ല നല്ല ചുരുക്കളുണ്ടായിരുന്നു. പക്ഷെ ബഡ്ജറ്റ് ഒക്കെ ഇല്ലാത്ത കാരണം എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കണ്ണിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് ഇവിടെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നല്ല കാർപ്പറ്റ് ആയിരുന്നു കേട്ടോ. റൂമിൽ വിരിച്ചാൻ പറ്റിയത്. പക്ഷെ അതൊന്നും നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, കാരണം അത്രയും വലിയ കാർപ്പറ്റ് ആയിരുന്നു. ഈ മുസലക്കൊക്കെ വേറെ 11 റിയാലുള്ളൂ. ഇൻഷാല്ലാ ചിലപ്പോൾ എടുക്കണം എന്ന് കരുതുന്നുണ്ടായി. ഞാനിതൊക്കെ നോക്കണ നേരം മറ്റുള്ള കാറോ ബൈക്കോ കിട്ടുമോ നോക്കാൻ വേണ്ടി ടോയ്സിൻ്റെ ഭാഗത്ത് പോയിട്ടുണ്ടായിട്ട് അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരുത്തനോട് നിലത്തൊക്കെ ഇരുന്നിട്ട് കാറൊക്കെ ഓട്ടി കളിച്ചു കേട്ടോ. അവൻ്റെയൊക്കെ ഒരു പ്രായേ 3-4 കൊല്ലം കഴിഞ്ഞാൽ പെണ്ണിട്ടാലോ വലിപ്പിക്കണം. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു. ബില്ലടിച്ച് തന്നപ്പോൾ മറ്റും കണക്ക് ശരിയില്ലാന്ന് പറഞ്ഞാൽ കുറച്ച് അധികം നേരം തന്നെ അവിടെ നിന്ന് കണക്കൂട്ടിയൊക്കെ ഉണ്ടായി. ബില്ലൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് വേറൊരു സാധനം കൂടി വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറച്ചിയൊക്കെ മുറിച്ചുള്ള വാള് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. ബാച്ചിൻ്റെ കയ്യിലാണ് കത്തി. വല്ല വീശലും തീർന്ന് കുറച്ച് അങ്ങോട്ട് മാറിക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ എല്ലാ കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.